ബഹുമാനപ്പെട്ട അധ്യക്ഷ കെ എസ് ജയ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഖാവ് മുല്ലക്കര രത്നാകരൻ, എൻ്റെ കൂടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ആത്മമിത്രങ്ങൾ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, ഡോക്ടർ അമൽ സി രാജൻ, ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന അനിത രാധാകൃഷ്ണൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോൾ നമ്മുടെ ഈ കാലത്തിൻ്റെ ഒരു നഖചിത്രം സഖാവ് മുല്ലക്കര രത്നാകരൻ അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ നമ്മൾ ഇന്ന് സാംസ്കാരികമായും രാഷ്ട്രീയമായും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുടെ വിത്തുകൾ അതിനുള്ളിലുണ്ട്. അത് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്നത്തെ കേരളത്തിൻ്റെ മാത്രമല്ല മുഴുവൻ ഇന്ത്യയുടെയും കടമ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലാദ്യമായിട്ട് അദ്ദേഹം കമ്പോളം എന്ന് പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ് എത്തിച്ചേർന്നത്. അതെങ്ങനെ നമ്മുടെ രാജ്യത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നും അതെങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ മാത്രമായി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആളുകൾ വരുമ്പോൾ സന്തോഷിപ്പിക്കാനുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ മാത്രമായിട്ട്, സംസ്കാരത്തിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ മാത്രമായിട്ട് മാറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. നമ്മൾ ആലോചിക്കേണ്ടത് ഈ 1950 ജനുവരി 26 ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയൊരു അന്തിമ പ്രസംഗമുണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. ഈ പറയുന്ന ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹം നടത്തുന്ന ഒരു അന്തിമ പ്രസംഗമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയതെന്ന് ഇപ്പോൾ തിരിഞ്ഞത് വായിക്കുമ്പോൾ മനസ്സിലാവും. അന്നൊരു പക്ഷേ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുന്ന 50കൾക്ക് ശേഷമാണ്. നമുക്ക് അറിയാവുന്ന പോലെ 47 നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല ഉള്ളത്, മറിച്ച് ഒരു സർവകക്ഷി മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത്. നെഹ്റു പ്രധാനമന്ത്രിയായി, പട്ടേൽ ആഭ്യന്തരമന്ത്രിയായി, അംബേദ്കർ നിയമമന്ത്രിയായി, വ്യവസായ മന്ത്രിയായിട്ട് ഹിന്ദു മഹാസഭയുടെ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളൊരു ഗവൺമെൻറ്റാണ്, പാന്തിക് പാർട്ടിയുടെ ബൽദേവ് സിംഗ്. ഇങ്ങനെ നിരവധി ആളുകൾ, നിരവധി പാർട്ടികളിലെ ആളുകൾ ഒത്തുചേർന്ന് തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിലൂടെ അല്ലാതെ ഭരിച്ച കാലമാണ് 47 മുതൽ 51 ആദ്യത്തെ ഇലക്ഷൻ വരെയുള്ള കാലം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ജനത പുതിയൊരു യുഗത്തിലേക്ക് കടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജഭരണത്തിന് കീഴിലോ വൈദേശിക ഭരണത്തിന് കീഴിലോ ഇരുന്നിരുന്ന ഇന്ത്യൻ ജനതതി ഒരു പുതിയ സ്ഥലത്തേക്ക് ആനുഭവികമായിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് കടക്കുന്നത് 51 ഇലക്ഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ 51 ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ ഭരണഘടന ഇലക്ഷനെ തന്നെ സാധ്യമാക്കിയ ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞ ആ വലിയ പ്രവചന ശക്തിയുള്ള വാചകങ്ങൾ നമ്മൾ ഇന്നും പരിശോധിക്കുമ്പോഴാണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇടയിൽ എങ്ങനെയാണ് വിട്ടുപോയതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അംബേദ്കർ പറഞ്ഞതാണ്, നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്, ഇനി 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും, തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാർ ജയിക്കും, ആ ജയിക്കുന്ന ആൾക്കാർ മന്ത്രിസഭ ഉണ്ടാക്കും, അവരുടെ നയങ്ങൾ നടപ്പിലാക്കും, ഇതിങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും സാങ്കേതിക ജനാധിപത്യം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ അത് പെട്ടെന്ന് പോവില്ല, കാരണം അത് പെട്ടെന്ന് എടുത്ത് മാറ്റാനുള്ള ഒരു ധൈര്യം നമ്മുടെ വലിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക ജനാധിപത്യമായി ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയം പതുക്കെ പരിണമിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പഠനം വായിച്ചപ്പോൾ നമ്മുടെ മൊത്തം മനുഷ്യരുടെ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, നമ്മൾക്കറിയാം നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സ് അടക്കം സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് ജീവിക്കുന്നതെന്ന് പറയാം. ജീവിക്കുന്ന മനുഷ്യരുടെ തലച്ചോറിൽ കഴിഞ്ഞ 3 ദിവസത്തെ കാര്യങ്ങളാണ് 90% എന്നാണ്
പഠനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കഴിഞ്ഞ 3 ദിവസമാണ് നമ്മളെ ചിന്തയെ സ്വാധീനിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നത്. അല്ലാതെ ദീർഘകാലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന മനുഷ്യരെ തൊടാതെയായി, മനുഷ്യരിൽ പ്രവർത്തിക്കാതെയായി. അങ്ങനെ പ്രവർത്തിക്കാതെ വരുന്നൊരു സിറ്റുവേഷനെയാണ് അംബേദ്കർ ചൂണ്ടിക്കാട്ടിയത്. അംബേദ്കർ പറഞ്ഞു, ഈ സാങ്കേതിക ജനാധിപത്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. 5 കൊല്ലം കൂടുമ്പോൾ എലക്ഷൻ, അതിലെ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുക, ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ജനാധിപത്യത്തിന് വേണ്ട ചില സാങ്കേതിക ക്രിയകളാണ്. പക്ഷെ അതാണ് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്കുള്ളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വ്യത്യസ്ത തട്ടിക്കെടുക്കുന്ന സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ, ഭരണഘടന മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന 3 മൂല്യങ്ങൾ ആ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ജാഗ്രതയോടെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരം ഒരു സമൂഹത്തെ പുതുക്കി പണിതില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അനീതി വരുന്നതറിയില്ല, അസമത്വം വരുന്നതറിയില്ല. നമ്മൾ പഴയ കാലത്തെ ഈ പറയുന്ന നമ്മുടേതായിട്ടുള്ള ചില ഊർജങ്ങളിൽ തന്നെ ചെലവഴിക്കുമ്പോൾ പുതുതായിട്ട് എന്താ സമത്വം വരുന്നു, പുതുതായിട്ട് ഏത് തരത്തിലുള്ള സാഹോദര്യം ഇല്ലാതാകുന്നു, എങ്ങനെയാണ് സമത്വം മാറിപ്പോകുന്നത്. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സൊസൈറ്റി സംഭവിച്ചുകൊണ്ടിരുന്നാൽ, എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്കുള്ളിൽ സാഹോദര്യം, സ്വാതന്ത്ര്യം, തുല്യത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സാങ്കേതിക ജനാധിപത്യം എന്ന് പറഞ്ഞ ഫ്രെയിമിലൂടെ ഏറ്റവും വലിയ ഫാസിസത്തിന് കടന്നു വരാം. അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഇലക്ഷൻ നടത്തുന്നുണ്ടാവും, നിങ്ങൾ വലിയ തരത്തിൽ പ്രചരണം, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പത്രങ്ങൾ ആഘോഷിക്കും, TV പിന്നാലെ വരും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഫ്രെയിമിൽ കൂടെ, ഡെമോക്രാറ്റിക് ഫ്രെയിമിൽ കൂടെ കടന്നു വരുന്നത് ഇതുവരെ കാണാത്ത ഫാസിസമായിരിക്കും. കാരണം ഡെമോക്രസിയുടെ പിൻബലത്തിലുള്ള ഫാസിസമാണ്, അല്ലാതെ മറ്റൊരു ഫാസിസമല്ല. ഇതാണ് ജർമ്മനിയിൽ സംഭവിച്ചത്, ഇതാണ് ഇറ്റലിയിൽ സംഭവിച്ചത്. അംബേദ്കർ പറയുന്നുണ്ട്, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ ജനാധിപത്യം അല്ലേ, ജനാധിപത്യമാണ്. വോട്ടെടുത്തല്ലേ മോഡി അധികാരത്തിലെത്തിയത്? അതെ, വോട്ടെടുത്താണ്. കൂടുതൽ സീറ്റ് കിട്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ട്രംപ് വരുന്നത് കൂടുതൽ വോട്ട് വാങ്ങിയിട്ടല്ലേ? ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്കറിയാം എവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം ചോർന്നു പോകുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് തന്നെ വലിയ തകരാറ് പറ്റുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഉള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന തരത്തിൽ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ തിരിച്ചുകൊണ്ടുവരാണ്. നവോത്ഥാനം ചെയ്തത്, നവോത്ഥാന നേതാക്കൾ ഒരാളും ഇലക്ഷനിൽ നിൽക്കേണ്ട ആൾക്കാരായിരുന്നില്ല, ഒരാൾക്കും ഈ പറയുന്ന പോലെ സമ്മതി നേടേണ്ട ആൾക്കാരായിരുന്നില്ല. ഇതിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രസം, ഇതൊക്കെ പറഞ്ഞ അംബേദ്കർ എന്ന് പറഞ്ഞാൽ, അംബേദ്കർ 51 ഇലക്ഷന് നിൽക്കാൻ പോകുമ്പോൾ അംബേദ്കറെ ലോകം മുഴുവൻ പുകഴ്ത്തുകയാണ്. കാരണം ഇത്ര നല്ലൊരു ഭരണഘടന ഉണ്ടായിട്ടില്ല, ഇത്ര വലിയ ഭരണഘടന ഉണ്ടായിട്ടില്ല, ഇത്ര അധികം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഭരണഘടന ഉണ്ടായിട്ടില്ല. ഇന്ത്യ പോലെയുള്ളൊരു രാജ്യം 10 കൊല്ലത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ വിചക്ഷണരും എല്ലാ ചരിത്ര വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. യൂറോപ്പിലൊക്കെ വലിയ ആളുകൾ മുഴുവൻ പറഞ്ഞ 10 കൊല്ലം നിൽക്കില്ല. കാരണം 500 കിലോമീറ്റർ സഞ്ചരിച്ച വേഷം മാറും, ഭാഷ മാറും, ഭക്ഷണം മാറും, വസ്ത്രധാരണ രീതി മാറും, മുൻഗണനാ രീതികൾ മാറും. ഇങ്ങനെ ഒരു രാജ്യം എങ്ങനെ നിൽക്കാനാണ് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞ്? അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ നിന്നു, നമ്മൾ ഇത്രയും കൊല്ലം നിന്നു. ഇപ്പോൾ 75 വർഷത്തിനപ്പുറം നമ്മൾ നിൽക്കാൻ പോവുകയാണ്. ഈ നിൽക്കുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ ഒരു വലിയ കൂട്ടം മനുഷ്യർ, ഈ വ്യത്യസ്ത കക്ഷികളിൽ പെട്ടിട്ടുള്ള വലിയ ഉൾക്കാഴ്ചയുള്ള മനുഷ്യർ ഇന്ത്യക്ക് വലിയ ബലം നൽകി. ആ കാലം ഒരു പക്ഷേ അതിനു മുമ്പുള്ള ഈ നവോത്ഥാന നായകരുടെയും കാലം എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സാഹോദര്യം ഇന്ത്യയിൽ ഉണ്ടാക്കി. ഭാഷയ്ക്കപ്പുറമുള്ള സാഹോദര്യം, അല്ലെങ്കിൽ വേഷത്തിനപ്പുറമുള്ള സാഹോദര്യം, മതത്തിനപ്പുറത്ത് സഞ്ചരിക്കാനുള്ള, മനസ്സിന് സഞ്ചരിക്കാനുള്ള ഒരു സാഹോദര്യം, ജാതിക്ക് പുറത്തേക്ക് കാല് വെക്കാനുള്ള ഒരു കരുത്ത്,
ഇതൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഭരണഘടന ഉണ്ടാക്കി ഇങ്ങനൊരു ഇതൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഇലക്ഷനിൽ 51 അംബേദ്കർ ദാദറിൽ പോയി നിന്നു. നന്നായി തോറ്റു, ചെറുതായിട്ടല്ല തോറ്റത്. എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉണ്ടാക്കിയ ആള്, ഭരണഘടനയുടെ മൂല്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ആള് ആദ്യത്തെ ഇലക്ഷനിൽ തോൽക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യം അംബേദ്കർ ഈ അവസാനമായി പറഞ്ഞ കാര്യത്തിൻ്റെ ആദ്യത്തെ എര അംബേദ്കർ തന്നെയാണ്. നമ്മൾ ഈ നവോത്ഥാനം പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, 1923 തോന്നുന്നു, മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് കുമാരനാശാൻ ഒരു ഇലക്ഷൻ നിന്നു. സഖാവ് മുല്ലക്കര രത്നാകരനൊക്കെ കൂടുതൽ നന്നായിട്ട് അറിയാം, കൊല്ലത്താണ് ഇലക്ഷന് നിന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ശ്രീമൂലം പ്രജാസഭ എന്നൊക്കെ പറയുന്ന പരിമിതമായ ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഇലക്ഷനിൽ കൂടി പരിഷ്കരിക്കാം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടപ്പോൾ കുമാരനാശാൻ പോയി ഇലക്ഷന് നിന്നു. കുമാരനാശാൻ അന്ന് ഈ കരുണ ഒഴികെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ മുഴുവൻ എഴുതിയിട്ടുണ്ട്. വലിയ പ്രശസ്തനാണ്, SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയാണ്, വലിയ വാഗ്മിയാണ്. അങ്ങനെ പ്രശസ്തിയുടെ തെളിച്ചത്തിന് നിൽക്കുമ്പോഴാണ് കൊല്ലത്ത് ഇലക്ഷൻ വെക്കുന്നത്. ക്ലീനായിട്ട് തോറ്റു. ഇത് സി കേശവൻ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. സി കേശവൻ ആത്മകഥയിൽ ഇത് എഴുതി വെച്ചിട്ട് അന്ന് ജയിച്ചതാരാന്ന് എത്ര ആലോചിച്ചിട്ട് ഓർമ്മ വരുന്നില്ല എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. അംബേദ്കറെ തോൽപ്പിച്ച കെജ്റോൾക്കർ ആണ്, നാരായൺ കെജ്റോൾക്കർ. നാരായൺ കെജ്റോൾക്കർ ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഞാൻ ഇപ്പം ഈ ഇങ്ങനെ പ്രസംഗിക്കാൻ പോണവരുടെ കാണാപ്പാടം പഠിച്ചു വയ്ക്കുന്നതാണ്, അല്ലാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പേരില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡെമോക്രസിയെ ആദർശവൽക്കരിക്കുമ്പോൾ നമ്മൾ സാങ്കേതിക ജനാധിപത്യ ഡെമോക്രസിയിലല്ല, ടെക്നിക്കൽ ഡെമോക്രസിയെ ആദർശവൽക്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പറയുന്ന ഫ്രെയിമിൽ കൂടെ ഏത് ഫാസിസത്തിനും കടന്നു വരാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് പറയുന്ന വസ്തുതയാണ്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ, ഒരു രാഷ്ട്രീയ സമൂഹം ഇല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് വേസ്റ്റായി പോവും. അതിൻ്റെ ഉള്ളിൽ അരാഷ്ട്രീയത്തിൻ്റെ ആഘോഷം നടക്കും. അതിൻ്റെ ഉള്ളിൽ ഏത് ഫാസിസ്റ്റിനും കയറിയിരിക്കുക. കാരണം നിങ്ങളുടെ തലേ 3 ദിവസത്തെ പ്രശ്നമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം 3 സന്ദേശം വിട്ട RSS 1.5 ലക്ഷം ആൾക്കാരെയാണ് നിർത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ. ദിവസം ഈ പറയുന്ന നമ്മുടെ കയ്യിൽ ഉള്ള ഈ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം വിടാനായി 1.5 ലക്ഷം ആളുകളാണ് നിൽക്കുന്നത്, സന്നദ്ധ പ്രവർത്തകരാ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വായിച്ചു നോക്കിയത് നുണയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ച പിടിക്കേണ്ടി വരും. ഇത് നുണയാണെന്ന് അറിഞ്ഞു വരണമെങ്കിൽ. ഇപ്പം ഞാൻ കഴിഞ്ഞ ചില വേദികളിൽ സംസാരിച്ചിട്ടുള്ളതാണ്, ഞാനൊരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. ആ കുടുംബത്തിലെ എല്ലാവരും ഏതാണ്ട് ഹിന്ദു ഈ പറയുന്ന മതത്തിൽ പെടുന്നവരാണ്. അതിൻ്റെ ഉള്ളിൽ ബഹുഭൂരിപക്ഷം പേരും സെക്യുലറാണ് പുറത്തു നോക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ കോൺഗ്രസ്സിലോ സെക്യുലർ പാർട്ടികളിൽ മെമ്പർഷിപ്പുള്ള ആളുകളാണ് അധികവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ചിലപ്പോൾ ആദ്യം 1-2 ആളുകളൊക്കെയാണ് ഈ പറയുന്ന ഈ RSS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടായത്. പക്ഷെ അവർക്ക് ഇങ്ങനെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ആയിട്ട് എഴുതി ഉണ്ടാക്കണം. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ ചാടി വീണ് എല്ലാവരും എതിർക്കും. ചാടി വീണ് ഈ പറയുന്ന തരത്തിൽ നിങ്ങളുടെ ഈ വർഗീയത പറയാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറയും. പക്ഷെ അവർ കൃത്യമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഒരു മെസ്സേജ് ഒരു സമയത്ത് വരുന്നത്. അപ്പം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എതിർപ്പ് പതുക്കെ കുറഞ്ഞു വരും. എതിർപ്പ് കുറഞ്ഞു വരിക മാത്രമല്ല, നീ പറഞ്ഞതിൽ ആ ഭാഗം ശരിയാണ്, ഈ ഭാഗം തെറ്റാണ് എന്ന മട്ടിൽ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം അവരറിയുന്നില്ല. ഈ മാറ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വയം തിരിഞ്ഞു നോക്കാനോ സ്വയം പൊളിറ്റിക്കലി അവരെ തന്നെ ഡിഫൈൻ ചെയ്യാനോ ഉള്ള സ്ട്രെങ്ത്തുള്ള മനുഷ്യരൊന്നുമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. ഇന്ന് ഈ പറയുന്ന തരത്തിൽ കമ്പോളത്തിൻ്റെ ഉള്ളിലെ കേറ്റർക്കങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് 4-ാം ദിവസമായപ്പോൾ അവൻ പറഞ്ഞതിൽ ആ ഭാഗം ശരിയാണ്, ഈ ഭാഗം തെറ്റാണ് എന്നൊക്കെ ആ രീതിയിൽ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് വരികയാണ്. അത് ശിവജിയെയും ഔറംഗസേബിനെയും കുറിച്ചുള്ള മെസ്സേജാണ്.
ശിവജിയും ഔറംഗസീബും തമ്മിൽ വലിയ യുദ്ധമായിരുന്നു. നമുക്കറിയാം, ഒരാൾ മറാത്ത സാമ്രാജ്യം, ഒരാൾ മുഗൾ സാമ്രാജ്യം. ഇന്ത്യയിലെ വലിയ രണ്ട് സാമ്രാജ്യങ്ങളാണ്. മാത്രമല്ല, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് 47 തുടങ്ങുന്ന സ്വതന്ത്ര ഇന്ത്യയെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന റിപ്പബ്ലിക്കായ ഇന്ത്യയെ പറ്റിയുള്ള കാഴ്ചപ്പാടൊന്നുമല്ല. അവരുടെ കാഴ്ചപ്പാട് ഇന്ത്യ എന്നും ഹിന്ദു രാഷ്ട്രമായിരുന്നു. ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ. അത് ഉടലെടുത്ത അന്ന് മുതൽ, ആ ഉടലെടുത്തെന്ന് എന്താണെന്ന് പറഞ്ഞാൽ വേദിക് ഇന്ത്യ, വേദത്തിൻ്റെ കാലത്തൊട്ട്, ശ്യാംകുമാർ അതൊക്കെ വിശദമായിട്ട് സംസാരിക്കുമായിരിക്കും. വേദത്തിൻ്റെ കാലത്തൊട്ട് ഹിന്ദു ഇന്ത്യയാണ്. ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛർ വന്ന് പിടിച്ചെടുക്കും. ആ മ്ലേച്ഛരെ തോൽപ്പിച്ചിട്ട് വീണ്ടും ഹിന്ദു രാഷ്ട്രമാക്കും. എന്ന് പറഞ്ഞാൽ മോഡി എന്ന് പറയുന്ന ആള് അത് ഇലക്ഷനിൽ നിന്ന് ജയിച്ച BJP എന്ന് പറയുന്ന കക്ഷിയുടെ പ്രതിനിധിയല്ല, മറിച്ച് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ തുടർച്ചയാണ്, ശിവജിയുടെ തുടർച്ചയാണ്, അല്ലെങ്കിൽ പൃഥ്വിരാജ് ചൗഹാൻ്റെ തുടർച്ചയായിട്ടാണ് അവർ ആ കാഴ്ചപ്പാടിലാണ് RSS അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശിവജി എന്ന് പറഞ്ഞാൽ വലിയൊരു നാമമാണ്. കാരണം ഔറംഗസീബായിട്ട് എതിർത്ത് നിന്ന ആളാണ്. നമുക്കറിയാം, ഇപ്പോൾ ശിവജിയുടെ പ്രധാനപ്പെട്ട പടനായകരൊക്കെ മുസ്ലിങ്ങളായിരുന്നു, ഔറംഗസീബിൻ്റെ പ്രധാനപ്പെട്ട പടനായകരൊക്കെ ഹിന്ദുക്കളായിരുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അവർ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മറാത്ത സാമ്രാജ്യമാണ് ഹിന്ദു പത്പദശാഹി എന്നാണ് അവർ പറയുക. ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഈ കാവിക്കൊടിയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതാണ്. ഈ ജറുവ ഫ്ലാഗ് എന്ന് പറയുന്ന ഇങ്ങനെ വെട്ടുള്ള V ആകൃതിയിൽ വെട്ടുള്ള കാവിക്കൊടിയൊക്കെ ശിവജിയുടെ ഫ്ലാഗാണ്. ജറുവ ഫ്ലാഗ് എന്ന് പറയുന്ന ഫ്ലാഗ് അവിടെ നിന്ന് എടുക്കുന്നതാണ്. ആ ചിഹ്നങ്ങളൊക്കെ അവിടെ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഔറംഗസീബ് ശിവജി പോരാട്ടത്തെ അവർ നമ്മുടെ മനസ്സിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിൽ, അത് ഹിന്ദു മുസ്ലിം എന്നും എറ്റേണലായിട്ട് നടക്കുന്ന ഹിന്ദു മുസ്ലിം വലിയ തരത്തിലുള്ള ശത്രുതയുടെ ഒരു രംഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ മുസ്ലിം അപരനാണ്, മുസ്ലിമിനെ കൊന്നുകളയാന്ന് പറയുന്ന തരത്തിൽ ഈ മുസ്ലിം മ്ലേച്ഛനായ മുസ്ലിമിനെ, മ്ലേച്ഛനായ ഔറംഗസീബിനെതിരെ പൊരുതി നിന്ന ശിവജി എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ്. ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ കഥ, ഈ മെസ്സേജിൽ വന്ന കഥ ഇതാണ്. എന്ന് പറഞ്ഞാൽ ഔറംഗസീബ് മരിക്കാൻ കിടക്കുകയാണ്. നമ്മളൊന്നും വായിച്ചിട്ടില്ല, ചരിത്ര പുസ്തകത്തിലൊന്നും വായിക്കാത്തതാണ്. ഔറംഗസീബ് മരിക്കാൻ കിടക്കുകയാണ്. ഔറംഗസീബ് മരിക്കാൻ കിടക്കുമ്പോൾ ഔറംഗസീബ് ആലോചിച്ചപ്പോൾ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകാൻ പറ്റില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്ത ആളുകളോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ഔറംഗസീബിന് മനസ്സിലായി ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ശിവജിയോടാണ്. കാരണം അവൻ്റെ നാട്ടിൽ വന്ന് അവനായിട്ട് യുദ്ധം ചെയ്തു, ഹിന്ദുവായിട്ട് യുദ്ധം ചെയ്തു. അപ്പം അതുകൊണ്ട് ശിവജിയോട് മാപ്പ് ചോദിക്കാനായി ശിവജിയെ ആളയച്ച് വരുത്തിയതിന് ശേഷം മരണക്കിടക്കയിൽ കിടക്കുന്ന ഔറംഗസീബ് ശിവജിയോട് മാപ്പ് ചോദിക്കുകയാണ്. ശിവജി മാപ്പ്, ശിവജിയെ പോലെയുള്ള ഒരാളെ ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്തു, നിൻ്റെ ഹിന്ദു സാമ്രാജ്യത്തെ കീഴടക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം, എനിക്ക് സ്വർഗം കിട്ടണം എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ശിവജിയോട് മാപ്പ് ചോദിച്ചിട്ടാണ് ഔറംഗസീബ് കണ്ണുകൾ അടച്ചത്, അന്ത്യനിദ്രയിലേക്ക് പോയതെന്നാണ് ഈ വാട്സാപ്പ് മെസ്സേജിൻ്റെ ചുരുക്കം. ഉടനെ ആളുകൾ തർക്കമായി. എന്ന് പറഞ്ഞാൽ സെക്യുലർ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, തെളിവ് കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഏതോ വ്യാജ തെളിവുമായിട്ട് ഇദ്ദേഹം വരുന്നു. ഇങ്ങനെ ചർച്ച കൊടുമ്പിരി കൊള്ളുന്നു. ഇത് തെളിവ് ശരിയല്ല എന്ന് പറയുന്നു, അപ്പം അതിനേക്കാളും വലിയ തെളിവുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ചർച്ച നടക്കുകയാണ്. ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് നമ്മുടെ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ശിവജി മരിച്ച് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. ശിവജി മരിച്ച് മണ്ണടിഞ്ഞതിന് ശേഷം 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് മരിച്ച ഒരാളാണ് മരിക്കാൻ നേരത്ത് ഈ പറയുന്ന ശിവജിയെ വിളിച്ച് മാപ്പ് ചോദിച്ചു എന്ന് പറയുന്ന കഥ ഉണ്ടാക്കുന്നത്.
അപ്പം നമ്മൾ പോലും ഇത് വായിക്കുമ്പോൾ ഇത് നുണയാണെന്ന് പറയാൻ ശ്രമിക്കും. ഇത് അടിസ്ഥാനം തന്നെ നുണയാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നുണയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഹിസ്റ്ററിയാണ്, മുഴുവൻ നുണയിൽ കെട്ടിപ്പൊക്കിയ ഒരു രാഷ്ട്രീയത്തോടാണ് നമുക്ക് എതിരിടേണ്ടത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം തൊട്ട് എ മുതൽ സെഡ് വരെ വ്യാജമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തോടും ചരിത്രത്തോടും എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ഈ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ നൈരന്തര്യങ്ങൾ എന്ന് പറയുന്ന വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ 10 വർഷമായിട്ട് നമ്മൾ നവോത്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ 70കളിൽ നവോത്ഥാനം ഇത്ര വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? 80കളിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? 90കളിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 2014 ശേഷമാണ്. 2014 ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന പോലെ ഇങ്ങനെ നമുക്കൊരു ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു, നമുക്കൊരു അയ്യങ്കാളി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ ഒരുപാട് നേതാക്കൾ നമുക്കുണ്ടായിരുന്നു, അവരെന്താണ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമ്മളും ആ സമയത്താണ് ഈ 2014 ശേഷമാണ് നമ്മളിതിലേക്ക് പോകുന്നത്. ആ ഒരു സ്വയം വിമർശനത്തിന് മുകളിൽ നിന്നുകൊണ്ട് വേണം ഈ പറയുന്ന പ്രശ്നത്തെ നമ്മൾ സമീപിക്കാൻ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തിരിച്ചറിവിന് വേണം. അപ്പോൾ എന്താണ് നവോത്ഥാനം എന്ന് പറയുന്ന പ്രശ്നം? ഇപ്പം കഴിഞ്ഞ കൊല്ലം 24 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ 100-ാം വർഷം നമ്മൾ ആചരിച്ചു. ഒന്ന് സർവമത സമ്മേളനത്തിൻ്റെ 100-ാം വർഷമായിരുന്നു, 2 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വർഷമായിരുന്നു. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അയ്യങ്കാളി വന്നതോടുകൂടിയിട്ട് അതിനൊരു സമരമുഖം കൂടി തുറക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആദ്യത്തെ പണിമുടക്ക് സമരം നവോത്ഥാന കാലത്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പോലും അറിയില്ല. 1.5 വർഷം പണിമുടക്കി. ആരാ? പാവപ്പെട്ട ദളിതർ ഭൂപ്രഭുക്കളുടെ ഈ പറയുന്ന വയലിൽ പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്തിനായിരുന്നു ആ സമരം? അത് കൂലി കൂടുതലിന് വേണ്ടിയുള്ള സമരമല്ല, അത് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കൂലി കൂടുതൽ വാങ്ങിക്കുന്നത് മോശമാണെന്നുള്ളതല്ല, തൊഴിൽ സമരങ്ങൾ മോശമാണെന്നുള്ളതല്ല. പക്ഷെ കേരളത്തിൽ ആദ്യത്തെ പണിമുടക്ക് സമരം ഉണ്ടാവുന്നത് അയ്യങ്കാളി മുന്നോട്ട് വെച്ച ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ സ്ഥലം തരണം എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വിദ്യാലയത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് മുട്ടിപ്പുല്ല് വിളയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ സമരം തുടങ്ങുന്നത്. ഇന്ന് സാർവത്രിക വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തായിട്ട് പ്രധാനപ്പെട്ട ഒന്നായിട്ട് പൊതുവിദ്യാഭ്യാസത്തിനെ കാണുമ്പോൾ നമ്മൾ ഈ ചരിത്രം പലപ്പോഴും ഓർത്തില്ല. ഇപ്പോഴാണ് നമ്മൾ വീണ്ടും അത് പറയാൻ തുടങ്ങിയത്. ഇങ്ങനെ 1.5 വർഷക്കാലം വലിയ പണിമുടക്ക് നടക്കുന്നു. വൈക്കം സത്യാഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കുക. 24 ജനുവരി ആകുമ്പോൾ കുമാരനാശാൻ്റെ മരണം സംഭവിക്കുന്നു. മാർച്ച് ആകുമ്പോൾ സർവമത സമ്മേളനം നടക്കുന്നു. മാർച്ച് 3 സർവമത സമ്മേളനം നടന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോഴേക്കും വൈക്കം സത്യാഗ്രഹത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ ഒരേ മനുഷ്യരാണ്, അല്ലാതെ വ്യത്യസ്ത മനുഷ്യരല്ല. അണികളൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ മുന്നണിയിൽ നിന്ന മനുഷ്യർ മുഴുവൻ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. 600 ചില്ലാൻ ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. നമ്മൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ 603, 604 ദിവസം നിന്ന ഒരു സത്യാഗ്രഹമാണ് അതെന്ന് പലരും ഓർക്കാറില്ല. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം 99-ലെ വെള്ളപ്പൊക്കം നമ്മൾ പറയും അല്ലേ. 2018 പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ ഓർത്തു 99-ലാണ് ഇതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന്. ഈ 99-ലെ ഇംഗ്ലീഷ് വർഷമാക്കി 1924 കിട്ടും. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഉള്ളിലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വലിയ സമരം നടക്കുന്നത്. കഴുത്തിനൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടാണ് സത്യാഗ്രഹം നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മാംശങ്ങൾ മാറിപ്പോയ ചരിത്ര പുസ്തകത്തിൽ ഉമിക്കരിച്ച് അവയ്ക്കുന്ന പോലെയുള്ള ഒരു വാചകം മാത്രമായിട്ട് വൈക്കം സത്യാഗ്രഹം മാറും. അങ്ങനെയല്ല, ആളുകൾ ഉയിര് കൊടുത്തിട്ട് അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആമചാടി ദേവൻ എന്ന് പറയുന്ന ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആൾ വരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ ചെന്ന് ചേരുന്നു. അപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ അന്ന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ
പഠിച്ച ഒരാളായിട്ടാണ് ആമചാടി തേവൻ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ച ജോലി ചെയ്യാൻ പോവും, നമുക്ക് സ്വന്തം നിലയ്ക്ക് എന്ത് ഉയരം കിട്ടുന്ന എന്തെങ്കിലും പണിക്ക് പോവും. അവരന്ന് അങ്ങനെ ആയിരുന്നില്ല. പഠിച്ച മനുഷ്യർ മുഴുവൻ സമൂഹത്തെ മാറ്റുക എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് പോണ്ടതെന്ന് വലിയ ബോധ്യമുണ്ടായ മനുഷ്യരായിരുന്നു. ആമചാടി തേവൻ വരുന്നു. അപ്പുറത്തുനിന്ന് മൂവാറ്റുപുഴന്ന് രാമനിളയത് എന്ന് പറയുന്ന ഒരാൾ വരുന്നു. രണ്ടറ്റത്തു നിന്നാണ്, രണ്ട് എക്സ്ട്രീമിൽ നിന്നാണ് വരുന്നത്. ഓർക്കണം, ഒരാൾ ഇളയതാണ്, ഒരാൾ സവർണരാണ്, ഒരാൾ ഏറ്റവും താഴ്ത്ത സ്ഥിതി നിന്നാണ്. ഈ രണ്ടുപേരും വൈക്കത്തെ മണ്ണി വന്നു ചേരുകയാണ്. ഈ രണ്ടു പേർക്കും ഒരർത്ഥത്തിൽ ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ടൊരു ബന്ധം വരികയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വത്വം ജാതി സ്വത്വമല്ല എന്ന അബോധം അവരുണ്ടാക്കുകയാണ്. ജാതി മുഴുവൻ പോയിന്നൊന്നുമല്ല, മറിച്ച് ജാതിക്കപ്പുറം എനിക്കൊരു സ്വത്വമുണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് പറയുന്ന ബോധ്യത്തിൽ നിന്ന് ഉണരുകയാണ്. രാമലളയതിന് വരേണ്ട ഒരാവശ്യമില്ല. അവിടെ മൂവാറ്റുപുഴ ഏരിയയിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള മനുഷ്യനായിരുന്നു. ഇയാൾക്ക് വീട്ടിൽ ഇരിപ്പുറപ്പില്ല. കാരണം പത്രം വായിക്കുമ്പോൾ വൈക്കത്ത് സത്യാഗ്രഹം നടക്കുന്നു, ഞാനിവിടെ സൂചിച്ചു കഴിയുന്നു, ഇങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് പോകുന്നു. ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇയാൾ സമരത്തിലെ സത്യാഗ്രഹ ഭടനായിട്ടൊന്നും തിരഞ്ഞെടുത്തിട്ടില്ല. അയാൾ പോയി അവിടെ നിൽക്കുന്നു. കഴുത്തറ്റം വെള്ളത്തിൽ 3 ആൾ നിൽക്കുന്നുണ്ട്, പ്രളയമാണ്. ഇയാളും ഇറങ്ങി നിന്നു. കഷ്ടകാലത്തിന് അന്നാണ് ഈ ഇണ്ടന്തുരുത്തി നമ്പൂരിയും സവർണരും ഈ സത്യാഗ്രഹത്തെ കായികമായി നേരിടാൻ നിശ്ചയിക്കുന്നത്. ആ ദിവസമാണ് ഇവരടിച്ചോടിക്കാൻ നിശ്ചയിക്കുന്നത്. കൈ കിട്ടിയത് രാമലളയതിനെയും ആമചാടി തേവനെയും. എന്ന് പറഞ്ഞാൽ ഒരാൾ ആ സമരത്തിൽ വന്നിട്ടേ ഉള്ളൂ, ആരാന്ന് പോലും അറിയില്ല, ഇറങ്ങി നിന്ന ആളാണ്. കണ്ണില് ചുണ്ണാമ്പെഴുതി, പച്ച ചുണ്ണാമ്പെഴുതി. രണ്ടുപേരുടെയും കാഴ്ച പോയി, കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കും അങ്ങനെ ഇരിക്കപ്പോറതില്ലാണ്ട് ഒരാൾ പേപ്പർ വായിച്ച് സമരത്തിന് വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ കണ്ണുപോയി, കണ്ണിൻ്റെ കാഴ്ച മുക്കാലും നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യും? അയാൾക്കാണെങ്കിൽ അവിടെ സ്വത്ത് കുറേയുണ്ട്. എന്താ വിചാരിക്കുക? സാധാരണഗതി വിചാരിക്കുക, എന്തിൻ്റെ കുഴപ്പമായിരുന്നു എനിക്ക്, ഞാനിങ്ങനെ ചാടി പുറപ്പെട്ട് ഇവിടെ നിൽക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അയാൾ അവിടെ നിന്നു. അയാൾ അവിടെ നിൽക്കുക മാത്രമല്ല, നാട്ടിൽ പോയി സ്വത്ത് മുഴുവൻ വിറ്റ് വിദ്യാലയം പണിതു. വിദ്യാലയം ദളിത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാണ്. അയ്യങ്കാളിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടത് ഉദ്ഘാടനം ചെയ്യിച്ചു. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു. അവസാനം തുണ്ടുഭൂമി ഇല്ലാതായി, നിസ്വനായി, ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയായി. അങ്ങനെ അവസാനം വിനോബ ഭാവെ കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനമായി വന്നപ്പോൾ നിലമ്പൂര് കുറച്ച് സ്ഥലം കൊടുത്തു, വീടില്ലാത്തവർക്ക് വീട്. അവിടെ പോയി താമസിച്ചു. ഒരു ദിവസം കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, തൃശ്ശൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തേക്കുംകാട് മൈതാനിയിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു അജ്ഞാത ജഡം കിടക്കുന്നുണ്ട്, ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ചെന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് രാമലളയത്തിൻ്റെ ജഡമാണ്. അങ്ങനെയാണത് മനസ്സിലായത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ മനുഷ്യൻ എന്ത് ജീവിതമാണ്, ആർക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ആമചാടി തേവനും ഈ പറയുന്ന രാമലളയനും ഒരേ മുൻനിരയിൽ നിന്ന് കേരളത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം ഈ സവർണ മേധാവിത്വത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാണ്. ഇതാണ് നവോത്ഥാനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്, നവോത്ഥാനത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. വൈലോപ്പിള്ളി കോളേജിൽ പഠിക്കുന്ന കാലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാവ്യലോക സ്മരണകൾ എന്ന് പറഞ്ഞ് വൈലോപ്പിള്ളിയുടെ വലുതല്ല, ചെറുതാണ്, പക്ഷെ വായിച്ചു വരുമ്പോൾ വലുതാവുന്ന പുസ്തകമാണ്. ആ ആത്മകഥയുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ്, നായന്മാരാണ്, അതുകൊണ്ട് അവിടെ മരുമക്കത്തായാണ്. അമ്മാവൻ പറഞ്ഞതിൻ്റെ ഒരപ്പുറം വെക്കാൻ പറ്റില്ല, കാലടി വെക്കാൻ പറ്റില്ല. ഇയാൾ കോളേജിൽ പോകുമ്പോൾ ചോറ് കൊടുത്തയക്കില്ല, ചോറായിട്ടുണ്ടാവില്ല. എന്നാൽ പുറത്ത് പോയി, പൈസയൊക്കെ ഉണ്ട് അമ്മാവൻ്റെ കയ്യിൽ, പുറത്തു പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കാനും പറ്റില്ല. കാരണം എന്താ, ഈ സവർണ പ്രശ്നം മൂലം ഹോട്ടലിൽ എല്ലാവരും വരുന്ന സ്ഥലമാണ്, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പട്ടിണി കിടന്ന് അദ്ദേഹവും സഹോദരനും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറോ അല്ലെങ്കിൽ പുറത്തു പോയി കഴിച്ച ഭക്ഷണമോ ആ കൈയൊക്കെ മണപ്പിക്കും. ഇവർ ഭക്ഷണം കഴിക്കില്ല എന്നറിയാം.
അതുകൊണ്ട് മൂക്കിലെ കുട്ടികളുടെ കളിതമാശയുടെ ഭാഗമായിട്ട് ഈ മൂക്കിൽ ഭക്ഷണം കഴിച്ച കൈയൊക്കെ മണപ്പിക്കും. അങ്ങനെ കൂടുതൽ ഇരട്ടി വിശപ്പാവും. ഇങ്ങനെ വിരട്ടി വിശപ്പായിട്ടാണ് തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ പോകുമ്പോൾ വൈലോപ്പിള്ളി കാണുന്നത് ചിറ്റൂർ ഭാഗത്ത്, എറണാകുളത്ത് ചിറ്റൂർ ഭാഗത്ത് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അത് SNDPക്കാരുടെ ലൈബ്രറി, ഈഴവന്മാരുടെ ലൈബ്രറിയാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ വൈലോപ്പിള്ളിക്ക് കവിതയിലും ഈ സാഹിത്യത്തിലൊക്കെ കമ്പുള്ളത് കൊണ്ട് അവിടെ എന്താ പറയുന്നതെന്ന് അറിയാൻ ഇങ്ങനെ ചെവിട്ട് വട്ടം പിടിക്കുമ്പോൾ അവർ ലോകകാര്യമൊക്കെയാണ് സംസാരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ, അന്താരാഷ്ട്ര രാഷ്ട്രീയമൊക്കെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈഴവര് തന്നിലും താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് സംസാരിക്കുകയാണ്. വൈലോപ്പിള്ളി മനസ്സിൽ വിചാരിക്കും, എന്നെ ഈ പറയുന്ന നായരായിട്ട് ജനിപ്പിച്ചല്ലോ, ഈ അമ്മാവനെ പേടിച്ച് നടക്കേണ്ട ആളായിട്ട് ജനിപ്പിച്ചല്ലോ, എനിക്ക് അടുത്ത ജന്മെങ്കിലും, കുട്ടിയുടെ വിചാരമാണ് അടുത്ത ജന്മെങ്കിലും ഈഴവനായിട്ട് ജനിക്കണേന്ന്. നമുക്കറിയാം നമ്മുടെ VS സുനിൽകുമാറിൻ്റെ തോൽപ്പിച്ച മഹാൻ പറഞ്ഞത് എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ് അല്ലേ? നമ്മൾ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ഇത്ര എതിർപ്പൊന്നും പോരാ. ആരെങ്കിലും രണ്ടാൾക്കാർ വല്ല വർത്താനം പറഞ്ഞു എന്നുള്ള ആ എതിർപ്പേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഇവിടെ നവോത്ഥാന കാലത്ത് ഉയർന്ന കുലത്തിൽ ജനിച്ച ഒരാളുടെ ആഗ്രഹം എന്താ? അടുത്ത ജന്മം താഴ്ന്ന കുലത്തിൽ ജനിക്കണം. കാരണം അവർക്ക് സോഷ്യൽ മൊബിലിറ്റി കിട്ടി, അവർക്ക് സാമൂഹ്യ ചലനാത്മകത കിട്ടി, അവർ അമ്മാവനെ പേടിച്ചിരിക്കേണ്ട, അവർക്ക് ലോകത്തെ എല്ലാ കാര്യവും സംസാരിക്കാം, അവർക്ക് തന്നെ വളരെ ശക്തിയോടെ അവകാശബോധത്തോടെ പുറത്തേക്ക് പ്രകാശിപ്പിക്കാം. ഇതൊന്നും പറ്റില്ല. ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട, അല്ല ഇന്ന് പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട, ഇങ്ങനെ കഴിയണം. അപ്പം സ്വാതന്ത്ര്യബോധം എന്ന് പറയുന്ന സംഗതി, ഈ പറയുന്ന ജാതി വിരുദ്ധത എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ തന്നെ ജാതിവിരുദ്ധ പോരാട്ടം നോക്കുകയാണെങ്കിൽ വളരെ വൈകിയാണ് കേരളത്തിൽ നടന്നതിൻ്റെ, വളരെ വൈകിയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും പാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അയ്യങ്കാളിയെ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. തീർച്ചയായിട്ടും അംബേദ്കർ ഉണ്ട്. അംബേദ്കർ മോശക്കാരനെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമ്മൾ അറിയേണ്ടത് അംബേദ്കർ പോരാട്ടം തുടങ്ങുന്നതിൽ എത്രയോ മുമ്പ് അയ്യങ്കാളി ഇവിടെ പോരാട്ടം തുടങ്ങി വെച്ചു എന്നുള്ളതാണ്. മറാത്ത ഹിസ്റ്ററിയിൽ ഓരോരുത്തരും വലിയ തരത്തിൽ ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടും. മഹാത്മാ ഫൂലെ അറിയും. നമുക്ക് പഞ്ചമിയെ കൈപിടിച്ച് ചേർത്ത അയ്യങ്കാളിയെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, പാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നവോത്ഥാനത്തെ, കേരള നവോത്ഥാനത്തെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ ചണ്ടാലഭിക്ഷുകി ഇവിടെ പറയുണ്ടായിരുന്നു, മുല്ലക്കര രത്നാകരൻ സഖാവ് പ്രസംഗിച്ചപ്പോൾ ചണ്ടാലഭിക്ഷുകി അനുസ്മരിച്ചു. ചണ്ടാലഭിക്ഷുകിയിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജലത്തിന് ജാതി ഉണ്ടെന്ന് പറഞ്ഞുതരാം. ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിലല്ല, വിഭവത്തിന് ജാതിയുണ്ട്. അതാണ് പ്രശ്നം. ആളുകൾക്ക് ഈ പറയുന്ന തരത്തിൽ ആളുകളുടെ ജാതി, ജന്മനാ കിട്ടുന്ന ജാതിയല്ല പ്രശ്നം. അത് മൊത്തം കാര്യങ്ങളെ ജാതിവൽക്കരിക്കും, ചരിത്രത്തെ മുഴുവൻ ജാതിവൽക്കരിക്കും. നിങ്ങൾ അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ചണ്ടാലഭിഷേകി ചെറുപ്പത്തിൽ വായിക്കുമ്പോഴും ഇന്ന് വായിക്കുമ്പോഴും എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ ജാതി പറയുന്നത് മേൽജാതിക്കാരനല്ല. നിങ്ങളത് വായിച്ചു നോക്കിയാൽ അറിയാം ആരാണ് പറയുന്നത് ജാതി. താഴ്ന്ന ഈ സ്ത്രീ ചണ്ടാല ബാലികയാണ് പറയുന്നത്. അല്ലലാലിങ് ജാതി മറന്നുവോന്ന് അവളെയാണ് ശാസിക്കുന്നത്. അല്ലാതെ മോളിലുള്ള ആൾ വന്ന് നീ ജാതി പാലിച്ചില്ല എന്ന് പറയല്ല ചെയ്യുന്നത്. നീചനാരീതൻ കയ്യാൽ ജലം വാങ്ങി. ആരാ പറയുന്നത് നീചനാരീന്ന്? സ്വയം ഈ കുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ, സ്വയം നിങ്ങൾ എന്താണ് നിങ്ങൾ ഒരു സദസ്സിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരാൾക്ക് മുമ്പിൽ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയോ ഞാൻ നീച നാരിയാണ്, നീച ജന്മമാണ്? ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, ആ സ്ഥലത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ ജാതി പറയുന്നത് ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ കൊണ്ട് സ്വയം നീചനാരിയാണ്, നീച ജന്മമാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ നവോത്ഥാനം പുറപ്പെട്ടതെന്ന് ഓർക്കണം. ആ പുറപ്പെട്ട നവോത്ഥാനത്തിനെ നമ്മൾ
മറന്നുപോയി. ഈ പറയുന്ന തരത്തിൽ നമ്മളെ ഡെമോക്രസി വന്നു, തെരഞ്ഞെടുപ്പുകൾ വന്നു, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ വരുന്നു, ദൈനംദിന കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കാര്യം 3 ദിവസം നമ്മുടെ തലയിൽ, കഴിഞ്ഞ 3 ദിവസം നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നു, ബാക്കിയുള്ളത് നമ്മൾ മറന്നു പോകുന്നു. അവിടെ നിന്ന് 2014 പടയെന്ന് പറഞ്ഞ മോഡി വന്നപ്പോഴാണ് ഞെട്ടി ഉണരുന്നത്. നമ്മൾ ഓർത്തില്ല, 100 വർഷമായിട്ട് അവരിവിടെ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ 100 വർഷം, ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100 വർഷം, സർവമത സമ്മേളനത്തിൻ്റെ 100 വർഷം ആഘോഷിച്ച പോലെ ഒക്ടോബർ തൊട്ട് തുടങ്ങും RSSൻ്റെ 100 വർഷം. വിജയദശമി കാലത്ത് തുടങ്ങിയ നാഗ്പൂരിലെ ചെറിയൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി തുടങ്ങിയ ഒരു സംഗതി തേച്ചിട്ടും മാച്ചിട്ടും പോവാതെ അതിങ്ങനെ ഇന്ത്യയിലെ നിഴലിൽ കൂടെ വളർന്ന് 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 വന്ന് രാക്ഷസീയ രൂപം പ്രാപിച്ച് നമ്മുടെ പടിക്കലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോഴും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഈ പല തരത്തിലുള്ള മനുഷ്യരുണ്ടാവും, പല പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, പല തരത്തിലുള്ള ഐഡിയോളജികളിൽ വിശ്വസിക്കുന്നുണ്ടാവും. എങ്കിൽ പോലും ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത്, ഫാസിസ്റ്റ് സംഘടന എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല എന്ന് ഉള്ളിൽ ബോധ്യമുള്ള എത്ര പേരുണ്ട്? നമുക്കറിയാം, നമ്മൾ തമ്മിൽ തർക്കിക്കുകയല്ലേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താ? നമ്മൾ തമ്മിൽ തർക്കിക്കുന്നു അല്ലേ. അവർക്ക് എതിരെ നിങ്ങളെടുത്ത സമീപനാണോ ഞാനെടുത്ത സമീപനാണോ ശരിയെന്ന് നമുക്ക് ഈ പറയുന്ന തരത്തിൽ മാസങ്ങളും കൊല്ലങ്ങളും തർക്കിക്കാം. അവരതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ തരത്തിൽ ഈ പറയുന്ന 1.5 ലക്ഷം മനുഷ്യരെ വെച്ച് ഈ പറയുന്ന മൊബൈൽ ഫോണിൽ കൂടെ മെസ്സേജ് വിട്ട് കള്ള നുണ വിട്ട് സത്യാനന്തര കാലം ഉണ്ടാക്കിയിട്ട് അവർ കയറി പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്, ഇവർക്ക് ചരിത്രമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇവർ വന്നിട്ടുള്ള രക്തരൂക്ഷിതമായ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർക്ക് പോലും അവകാശപ്പെടാൻ പറ്റില്ല. നമ്മളത് മറന്നു. നമ്മൾ RSS BJP എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് അതൊരു ഭീകര സംഘടനയാണെന്നുള്ള ബോധ്യമേ നമ്മുടെ ഉള്ളിലില്ല. എന്തുകൊണ്ടാണ്? ഇവരെ ഹിസ്റ്ററി നോക്കുക. ഇവർ 46 എത്തിയപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പരിപാടി തുടങ്ങി. ഇന്ത്യയെ കയറി പിടിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോവാൻ തുടങ്ങുമെന്ന് പറയുന്ന സ്ഥാനം എത്തിയപ്പോൾ ഗോൾവാൾക്കറാണെന്ന് ഖഡ്ഗേവാർ മരിച്ചു, ഗോൾവാൾക്കറാണെന്ന് സർസംഘ ചാലക്ക് അന്ന് പരിപാടി തുടങ്ങാണ്, ഇതിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക. അതിനുള്ള അവസ്ഥ ജിന്ന ഇട്ട് കൊടുക്കുകയും ചെയ്തു. ജിന്ന ഈ പറയുന്ന തരത്തിൽ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ചിട്ട് കൽക്കട്ടയിൽ ആദ്യത്തെ വെടി പൊട്ടിച്ചു. കൽക്കട്ടയിൽ വലിയ വർഗീയ കലാപം നടക്കുന്നു. ഈ കലാപങ്ങളൊക്കെ തുടർച്ചയായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കൽക്കട്ടയിലെ കലാപം, നവഖാലിയിലെ കലാപം, ബീഹാറിലെ കലാപം, ഗുർമുക്തേശ്വറിലെ കലാപം, ഡൽഹിയിലെ കലാപം, ഗാന്ധി വധം വരെ നീളുന്ന ഈ കലാപങ്ങളുടെ പരമ്പര മുഴുവൻ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വർഗീയ കലാപമാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസ്ലിമും, വിവരമില്ലാത്ത ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി അടിച്ച് ഉണ്ടാക്കിയ കലാപമായിട്ടാണ്. ഇതങ്ങനെയല്ല. കൽക്കട്ട വർഗീയ കലാപം ഉണ്ടായി. ഇപ്പം പാകിസ്ഥാൻ വാദം വന്നപ്പോൾ, വിഭജനം വന്നപ്പോൾ വർഗീയ കലാപം ഉണ്ടായി. ബീഹാറിൽ വംശഹത്യയാണ് നടന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അവർക്ക് കിട്ടിയാൽ, ഈ ജിന്നയ്ക്ക് കിട്ടിയാൽ ഇത്രയും നല്ല അവസരം നമുക്ക് വേറെ ഇല്ല. കാരണം ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടായി, മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലായി, ഹിന്ദു രാഷ്ട്രമായി എന്ന സ്വപ്നമാണ് അവർക്കുണ്ടായത്. എന്താ സംഭവിച്ചത്? എന്താ ഇന്ത്യ ചരിത്രത്തിൽ സംഭവിച്ചത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു. പാകിസ്ഥാൻ ഉണ്ടായിട്ടും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും പോയില്ല. നമ്മളത് മനസ്സിലാക്കണം. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോയില്ല, ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് പോയില്ല. ഞങ്ങൾ ഇവിടെ താമസിക്കും, ഞങ്ങളുടെ നാട് ഇതാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഈ അയൽപക്കം മതി എന്ന് പറഞ്ഞ് ഇവിടെ നിന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ഈ ബഹുസ്വര രാഷ്ട്രമായി ജനാധിപത്യ രാജ്യമായിട്ട് നിലനിന്നത്. രണ്ടാമത്തെ കാര്യമോ, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റുകളായിക്കൊള്ളട്ടെ, ആ ചരിത്ര മുഹൂർത്തത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇത് ജനാധിപത്യ മതേതര രാഷ്ട്രമായി തുടരും എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അതും പ്രധാനപ്പെട്ടതാണ്. അവരാരും ഹിന്ദു രാഷ്ട്രം എന്ന് മാത്രമല്ല, മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് അടുപ്പിച്ചില്ല. ഗാന്ധി ആയിക്കൊള്ളട്ടെ, നെഹ്റു ആയിക്കൊള്ളട്ടെ,
കമ്മ്യൂണിസ്റ്റുകാരായിക്കൊള്ളട്ടെ, ലോഹി ആയിക്കൊള്ളട്ടെ, അംബേദ്കർ ആയിക്കൊള്ളട്ടെ, ഒരാളും ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന മതരാഷ്ട്ര സങ്കല്പത്തെ അടുപ്പിച്ചില്ല. അപ്പോഴാണ് ബീഹാറിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ വെട്ടിക്കൊന്നത്. നിങ്ങൾ ആ ചരിത്രം വായിച്ചാൽ ഞെട്ടിപ്പോവും. 10,000 മനുഷ്യരെയാണ് 46 ഈ ഹിന്ദു മഹാസഭയും RSSും കൂടി ബീഹാറിൽ വെട്ടിക്കൊന്നത്. ഗുജറാത്തൊക്കെ അതിൻ്റെ തുടർച്ച മാത്രമാണ്. അങ്ങനെ അവസാനം ഈ മസൗറി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്ന മുസ്ലിങ്ങൾ 10-200 പേരെ അവിടെ തന്നെ വെട്ടിക്കൊന്നു. ഇത് മുഴുവൻ നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് മറച്ചു വെച്ചു. നമ്മൾ അത് പഠിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ സ്വാതന്ത്ര്യം അഹിംസയിൽ കൂടെ കിട്ടിയതാണ്, നമ്മൾ സ്വാതന്ത്ര്യം തന്നെത്താൻ കിട്ടിയതാണ്, സ്വാതന്ത്ര്യം റെഡിമെയ്ഡായിട്ട് ഒരു കടയിൽ നിന്ന് മേടിച്ചതാണെന്ന് പറയുന്ന തരത്തിലാക്കി മാറ്റി. നമ്മുടെ പാഠപുസ്തകങ്ങളും നമ്മുടെ പഠന സമ്പ്രദായമൊക്കെ കൂടിയിട്ട്, ചരിത്ര പുസ്തകങ്ങളൊക്കെ കൂടിയിട്ട് ആ നിലയ്ക്കാക്കി. സ്വാതന്ത്ര്യം അങ്ങനെ കിട്ടിയതല്ല. 46 തൊട്ട് 48 വരെ ഗാന്ധി എന്ന് പറയുന്ന ഒറ്റ ആളെടുത്താൽ മതി. ഗാന്ധി ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ 46 തൊട്ട് 48 വരെ ഒരു ദിവസം പോലും രക്തം കാണാതിരുന്നിട്ടില്ല ഗാന്ധി. വെറുതെ പറയുന്നതല്ല. 46 കൽക്കട്ടയിലേക്ക് ഒരു ഇറങ്ങിയിട്ട് പിന്നെ നവഖലി പോകുന്നു. ദിവസവും രക്തമാണ്, ദിവസവും മരണമാണ്, ദിവസവും കൂട്ടക്കൊലയാണ്. ബീഹാറിൽ പോകുന്നു, തടുത്ത് നിർത്തുന്നു. ഹിന്ദു മഹാസഭയും RSSും പഠിച്ച പണി 18 നോക്കിയിട്ടും ഗാന്ധി അവിടെ വലിയ തരത്തിൽ ഹിമാലയം പോലെ നിൽക്കുന്നു. തിരിച്ച് ഡൽഹി വരുന്നു, തിരിച്ച് കൽക്കട്ടയിൽ പോകുന്നു. കൽക്കട്ടയിൽ ആഗസ്റ്റ് 15 ഡൽഹിയിൽ പതാക ഉയരുമ്പോൾ ഇവിടെ പൊട്ടരുത്, ഇവിടെ മനുഷ്യർ തമ്മിൽ കൂട്ടി പരസ്പരം ഏറ്റുമുട്ടി രക്തക്കളമാക്കരുതെന്ന് പറഞ്ഞ നിർബന്ധം എടുത്തിട്ട് കൽക്കട്ടയിൽ നിൽക്കുകയാണ്. അല്ലേ? നമ്മൾ ഈ പല ആളുകളെയും പഠിച്ചിട്ടുണ്ട്, പല സമരസേനാനികളെയും പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമരം ചെയ്തിട്ട് ആ സമരം വിജയിച്ച മുഹൂർത്തത്തിൽ അതിലെ നായകനായ ഒരാൾ അവിടെ ഇല്ല, കൽക്കട്ടയിലാണ്. അവിടെ നിൽക്കുകയാണ്, മനുഷ്യരോട് തമ്മി തല്ലരുതെന്ന് ആവശ്യപ്പെടുകയാണ്. തമ്മി തല്ലിയാൽ നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മുഹൂർത്തത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഡൽഹി വരുന്നു. ഡൽഹിയിൽ വന്നപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ മുഴുവൻ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ RS ഗോൾവാൾക്കർ നേരിട്ടിറങ്ങിയിട്ടാണ് അവിടെ വലിയ ഓപ്പറേഷൻസ് നടത്തിയത്. മുസ്ലിങ്ങളെ മുഴുവൻ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ചു. കാരണം എന്താ? ഇവർ പോവാണ്ട് നിൽക്കുന്നു. ഇവർ പോവാണ്ട് നിന്നാൽ ഇന്ത്യ മതേതര രാഷ്ട്രമായിട്ട് നിൽക്കും. ആ മനുഷ്യരെ അടിച്ചാൽ അവർക്കൊരു ചോയ്സ് ഉണ്ട്, പോവാനൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പാകിസ്ഥാൻ ഉണ്ട്, അവിടേക്ക് പോകുമല്ലോ. നമ്മൾ അടി കൊണ്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. എല്ലാ മുസ്ലിങ്ങളെയും ഡൽഹിയിലെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി, പള്ളികൾ മുഴുവൻ അടിച്ചുറച്ചു. അവിടെയും ഈ മനുഷ്യൻ വന്ന് 5 ദിവസം നിരാഹാരം ഇരുന്നു. കൽക്കട്ട 74 മണിക്കൂർ ഇരുന്നു. അപ്പം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്തിനാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ മനുഷ്യൻ 2 പ്രാവശ്യം നിരാഹാരം ഇരുന്നു. ഒന്ന് 74 മണിക്കൂർ കൽക്കട്ടയിൽ, 5 ദിവസം ഡൽഹിയിൽ. എന്തിനാ? ആർക്കെതിരെയാണ്? ഇത് പഠിപ്പിച്ചോ നമ്മൾ കുട്ടികളെ? പഠിപ്പിച്ചില്ല. കാരണം എന്താ? നമുക്ക് ഈ പറയുന്ന തരത്തിൽ ബ്രിട്ടീഷുകാർ നമ്മളെയൊക്കെ കണ്ട് പേടിച്ച് പതുക്കെ സ്ഥലം വിട്ടതാണെന്ന് പറയുന്ന ഒരു നെറേറ്റീവിൽ ഇങ്ങനെ നിൽക്കാനായിരുന്നു ഇഷ്ടം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെ പിടിച്ച് നിർത്തിയതിൽ ഒരുപാട് മനുഷ്യരുടെ വലിയ പങ്കുണ്ട്. ഇതൊക്കെ ഒരു വലിയ ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കി തരുന്നു. ലോകത്തെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. ഈ ചർച്ച ചെയ്യുമ്പോൾ പുറത്ത് രക്തം ഒഴുകുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന തരത്തിൽ ഒരു കൺസെൻറ്റ് എങ്ങനെ ഭരണഘടനയ്ക്ക് പിന്നിലുണ്ടായിന്ന്? നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാഷ്ട്രങ്ങളുടെ ചരിത്രം നോക്കിയാൽ മതി. ഘാനയ്ക്ക് നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയത്, കെനിയയ്ക്ക് നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയത്, സിലോണ് നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയത്, മലേഷ്യക്ക് നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയത്. ഇവിടെ ഒന്നും ഭരണഘടന ഉണ്ടായില്ല. അവർ ഈ പോകുന്ന ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭരിച്ച് പരിചയമില്ല, ഞങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കി തന്നു പോകണം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സമരം ചെയ്ത മനുഷ്യരുടെ കാല് പിടിച്ച് ഭരണഘടന ഉണ്ടാക്കിച്ചു. നമ്മുടെ ഒപ്പം ഉണ്ടായതല്ലേ പാകിസ്ഥാൻ എളുപ്പമായിരുന്നില്ലേ ഭരണഘടന? കാരണം എന്താ? മതാധിഷ്ഠിത രാജ്യമാണ്. അവിടെ ഖുറാൻ സഹായിക്കും ഭരണഘടന ഉണ്ടായോ? ഇല്ല. ഭരണഘടന അസംബ്ലി പിരിച്ചു വിട്ടു. ഇപ്പോൾ വീമ്പളക്കുന്ന ഇസ്രായേൽ 48 ഉണ്ടായത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഭരണഘടന ഉണ്ടായോ? തല്ലിപ്പിരിഞ്ഞു. വളരെ പിന്നീടാണ് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ
ആ പറയുന്ന രാജ്യങ്ങളെക്കാളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള നമ്മൾ ഒന്നിച്ചിരുന്ന് ഭരണഘടന ഉണ്ടാക്കി. എങ്ങനെ സാധിച്ചു? പുറത്ത് രക്തം ചീന്തുകയാണ്, പുറത്ത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കുകയാണ്. എല്ലാവർക്കും ഒരു വലിയ തരത്തിലുള്ള ഒരു സമ്മതിയിലേക്ക് മനുഷ്യർ മാറുകയാണ്. ഇങ്ങനെയല്ല നമ്മൾ കണ്ട രാജ്യം. ഈ രാജ്യമല്ല നമ്മൾ സ്വപ്നം കണ്ട സ്വതന്ത്ര രാഷ്ട്രം. അത് ഇങ്ങനെ ജീവനറ്റ് അതിങ്ങനെ കൺമുമ്പിൽ ചത്ത് വീഴുമ്പോൾ നമ്മൾ അതിനെ പുനരുജ്ജീവിപ്പിക്കണം. അതിൽ ഈ പറയുന്ന തരത്തിൽ നമ്മൾ ജനാധിപത്യ വിരുദ്ധരും ജനാധിപത്യ വിശ്വാസികളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തമ്മിലുള്ള തർക്കമല്ല. അതിനേക്കാളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഒന്നിച്ചു. അവർ പകരം വീട്ടി ഗാന്ധിയെ കൊന്നു. ഗാന്ധിയെ കൊന്നതിൻ്റെ റിസൾട്ട് മരിച്ച ഗാന്ധി ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ വലുതായി. ആദ്യത്തെ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷമെങ്കിലും ആകും എന്ന് വിചാരിച്ച ഈ പാർട്ടി ചെതറിപ്പോയി, മാർജിനലൈസ് ചെയ്തു. ഗാന്ധിവാദത്തിന് ശേഷം സവർക്കറുടെ വീട് ആക്രമിച്ചു, അല്ലേ? ഗോൾവാൾക്കറെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. 1.5 വർഷം പുറത്തു നിന്നു RSS. ആരെങ്കിലും പറയുമോ? നിരോധിച്ചു RSSനെ. ചെറിയ കാലമല്ല, 1.5 വർഷം നിരോധിച്ചു. ഫെബ്രുവരി 4-ന്, ജനുവരി 30-ന് ഗാന്ധി മരിക്കുന്നു, ഫെബ്രുവരി 4-ന് RSS നിരോധിക്കുന്നു. ആ കടലാസൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. അതിൽ വായിച്ചു നോക്കിയാൽ അറിയാം എന്തിനാ നിരോധിച്ചത്. നിങ്ങൾ ഭരണഘടന അസംബ്ലി അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ ഈ സ്വാതന്ത്ര്യ പതാകയെ അംഗീകരിച്ചിട്ടില്ല, അല്ല? ഇപ്പോൾ സ്വാതന്ത്ര്യ പതാകയും ദേശീയതയും ഈ പറയുന്ന 10-75 വർഷം കഴിഞ്ഞപ്പോൾ അവരായി അതിൻ്റെ കുത്തകക്കാർ. ഇത് രണ്ടും അംഗീകരിക്കാത്തവരാ. നിങ്ങളത് അംഗീകരിച്ച് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. അത് അംഗീകരിക്കാൻ നിർബന്ധിതനായി. അവസാനം പറഞ്ഞ് നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കണം. കാരണം എന്താ? നിങ്ങൾക്ക് ആകെ ഒരു സർസംഘചാലകമേ ഉള്ളൂ. ബാക്കി ആരാ പ്രവർത്തിക്കുന്ന, ആരാണ് നിങ്ങളുടെ ട്രഷറർ, ആരാണ് സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ഒരു വിവരവും ഇല്ല. നിങ്ങൾ നിഗൂഢ സംഘടനയാണ്, ഭീകര സംഘടനയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കി വരണം. അവസാനം അതുണ്ടാക്കി. ബാലസാഹിബ് ദേവരസിന് വെച്ചിട്ട് അവർ ഒരു ഭരണഘടന തട്ടിക്കൂട്ടി ഉണ്ടാക്കി. 18 വയസ്സായ ആള് RSS ചേരണമെങ്കിൽ അച്ഛൻ്റെ അമ്മേരെ അനുവാദം വാങ്ങണം. നിങ്ങൾക്കറിയോ അത്? ഇപ്പോഴും അതാണ്. ഒരു 18 വയസ്സായ പയ്യൻ RSS ചേരണമെങ്കിൽ അച്ഛൻ്റെയും അമ്മേരെയും അനുവാദം വാങ്ങണമെന്ന് ആ ഭരണഘടനയിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നിരോധനം പിൻവലിക്കുന്നത്. അതും വായിച്ചു നോക്കിയാൽ താൽക്കാലികമായിട്ടാണ് പിൻവലിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ വീണ്ടും നിരോധിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിന്നിരുന്ന ഒരു സംഘടനയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. എന്താ കാരണം? നമ്മളത് മറന്നുപോയി, നമ്മൾ മറവിയിൽ മുങ്ങി. അപ്പോൾ അവർ 100 വർഷം പ്രവർത്തിച്ച പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉദാസീനതയെ കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ നവോത്ഥാനത്തെയും നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളെയും ഒക്കെ തകർത്തെറിഞ്ഞ് ഇവർ വരുന്നത്. കേരളത്തിൽ പേടിക്കാനില്ല എന്ന് നമ്മൾ പറയും, നമ്മൾ ഇന്ത്യയിൽ പേടിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരാശയം നിലനിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കുക എന്നാണ്. അതിനെവിടെ കെടുത്തുന്നു? അതിന് ബലമുണ്ടോ? അത് വോട്ടിൽ ജയിക്കുമോ? അതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല, മറിച്ച് അതിവിടെ പ്രവർത്തിക്കുക. അത് ക്യാൻസറാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. അപ്പം ആ ക്യാൻസറിനെതിരെ പടപൊരുതുക എന്ന് പറയുന്നത്, രാഷ്ട്രീയമായ ക്യാൻസറിനെതിരെ പടപൊരുതുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞു വരുന്നത്, ഇവരുടെ ഒരു ചരിത്രം നമ്മൾ നോക്കില്ല. നമ്മളെ വിചാരം അവരവിടെ തന്നെ നിൽക്കുക എന്നാണ്. ഈ 2 കൊല്ലം മുമ്പ് മോഹൻ ഭാഗവത് വലിയൊരു പ്രസ്താവന നടത്തി. മോഹൻ ഭാഗവത് പറഞ്ഞത് ഞങ്ങൾ ആരെയും ഇനി അഹിന്ദു എന്ന് വിളിക്കില്ല എന്നാണ്. നമുക്ക് എത്ര പേർക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾ ഈ RSSൻ്റെ വൻ നേതാക്കളുടെ പ്രസ്താവന നോക്കിക്കോ. ഒരിടത്ത് അഹിന്ദു എന്ന് പ്രയോഗിക്കില്ല, മറിച്ച് അവർ ഇന്ത്യൻ സൊസൈറ്റിനെ റീഡിഫൈൻ ചെയ്തു, പുനർനിർവഹിച്ചു. 4 തരം ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. ഇവിടെ അഹിന്ദു ഒന്നുമില്ല. ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും സിഖുകാരനും ജൈനനും ബുദ്ധിസ്റ്റും ഒക്കെ തന്നെ ഹിന്ദു എന്ന് പറയുന്ന കാറ്റഗറിയുടെ വകഭേദമാണ്. അതുകൊണ്ട് ആ ഹിന്ദു ഇല്ല. 4 തരം ഹിന്ദുക്കളുണ്ട്. ഒന്ന് പ്രൗഡ് ഹിന്ദു, അഭിമാനി ഹിന്ദു എന്ന് പറഞ്ഞാൽ RSSകാർ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന മനുഷ്യർ. എൻ്റെ പാരമ്പര്യം ഹിന്ദുത്വമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്ന മനുഷ്യർ, അതാണ് പ്രൗഡ് ഹിന്ദു.
രണ്ടാമത്തെ റിലക്റ്റൻ്റ് ഹിന്ദു, വിമുഖ ഹിന്ദുവാണ്. വിമുഖ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ജനിച്ചിട്ടുണ്ടാവും, പക്ഷെ അവനോ അവൾക്കോ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അമ്പലത്തിൽ പോകും, ചിലപ്പോൾ പോവാതിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കും. അവർ മിക്കവാറും ഈ പറയുന്ന ഈ അഭിമാന എന്ന് പറയുന്ന RSSന് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, മറ്റ് പാർട്ടികളിലൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുക. അവരാണ് റിലക്റ്റൻ്റ് ഹിന്ദു എന്ന് പേരിട്ടത്. മൂന്നാമത്തെ അൺഫ്രണ്ട്ലി ഹിന്ദു ആണ്, ചങ്ങാത്ത രഹിത ഹിന്ദു ആണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവനും അതിൽ പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് എതിർത്ത് നിൽക്കുന്ന മനുഷ്യർ മുഴുവൻ അൺഫ്രണ്ട്ലി ഹിന്ദു എന്ന് പറയുന്ന കാറ്റഗറി പേരിട്ടു. നാലാമത്തെ ഇഗ്നോറൻറ്റ് ഹിന്ദു ആണ്, അജ്ഞ ഹിന്ദു. അജ്ഞ ഹിന്ദു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളൊക്കെ അജ്ഞ ഹിന്ദുക്കളാണ്. അവർ ഹിന്ദുത്വത്തെ പറ്റി അറിയാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ നിൽക്കുന്നത്. അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ്, ഹിന്ദു മതത്തിൻ്റെ വലയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ആരൊക്കെ മതം മാറ്റിയെടുത്ത ആൾക്കാരാണ് അതൊക്കെ. അവർ ആ കാര്യത്തെക്കുറിച്ച് തങ്ങളുടെ ഹിന്ദു വേരുകളെക്കുറിച്ച് അജ്ഞരായതുകൊണ്ടാണ് അവർ തിരിച്ചു വരാത്തതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഗോൾവാൾക്കറെയോ സവർക്കറെയോ വായിക്കുമ്പോൾ മുസ്ലിങ്ങൾ ശത്രുക്കളാണ്, അല്ലെങ്കിൽ ദളിതർ ശത്രുക്കളാണ്, മനുസ്മൃതി പ്രകാരം അടിത്തട്ടിലുള്ള സവർണർക്ക് പുറത്തുള്ള എല്ലാവരെയും ശത്രുക്കളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണ്, ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ്. ഇതൊന്നും വേണ്ട, അൺഫ്രണ്ട്ലി എന്ന് പറയുന്ന കൊട്ടയിൽ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടിരിക്കാം. അപ്പോൾ ഇവരുടെ RSS പറയുന്നത് ഈ റിലക്റ്റൻ്റ് ഹിന്ദുവിനെ പ്രൗഡ് ഹിന്ദു ആക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഹിന്ദു സമുദായത്തെയും അഭിമാനി ഹിന്ദുക്കളായി മാറ്റുന്ന പണിയാണ് 2022 മുതൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാംസ്കാരിക പ്രവർത്തനമാണ്. അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്ന കാര്യത്തിന് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ യുക്തിബോധമുള്ളൊരു സമൂഹം ഉണ്ടായാൽ മാത്രമേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാഹോദര്യത്തിലും തുല്യതയിലും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി, ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സാംസ്കാരിക പ്രവർത്തകർ, ഞങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും മറ്റ് കേരളത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കടമ എന്ന് പറയുന്നത് അത്തരമൊരു സമൂഹ നിർമ്മിതിയാണ്. അതിൽ ഈ പറയുന്ന ഇടതുപക്ഷ കക്ഷികളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് നടത്താനുള്ള അഭ്യർത്ഥന. അവിടെ സെക്ടേറിയനിസം ഇല്ലാതെ ഒരു പക്ഷേ സെക്യുലർ കക്ഷികൾക്ക് മുഴുവനായിട്ട് ഇടപെടാവുന്ന തരത്തിൽ സാംസ്കാരിക പ്രവർത്തനം ഉണ്ടാവണം. ആ സാംസ്കാരിക പ്രവർത്തനം ഇപ്പോൾ യുക്തിബോധം കേരളത്തിലുണ്ടായാൽ ഏറ്റവും പുരോഗമനപരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെത്താൻ ജയിച്ചു വരും. അത് അതിൽ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതില്ലാതാവുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെൻസുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയെടുക്കുക, ബിൽഡ് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ, എവിടെയാണ് നമ്മൾക്ക് പിഴവ് പറ്റിയത്, എവിടെയാണ് നവോത്ഥാനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്, എവിടെയാണ് നമ്മൾ ഉദാസീനരായത് എന്ന് ഓരോ തലച്ചോറ്, ഓരോ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഓരോ തലച്ചോറാണ്. ആ തലച്ചോറുകൾ ഈ സംസ്കാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊക്കെ മാറും. അപ്പോൾ ഈ സത്യാനന്തരത ഒന്നും നടക്കില്ല. അപ്പം അങ്ങനെ പരസ്പരം കുറേയും കൂടി സ്നേഹത്തിലും സൗഹൃദത്തിലും പരസ്പരം ആശ്ലേഷിച്ചും നമുക്ക് മുന്നേറുന്ന ഒരു സമൂഹ നിർമ്മിതിക്കായി പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ ഇതിനെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി.